6 മാസം പ്രായമായ കുഞ്ഞിന് എന്ത് ഭക്ഷണം കൊടുക്കണം? അരിയോ പഴമോ പാക്കറ്റ് സീരിയലോ? തെറ്റായി തുടങ്ങുകയാണെങ്കിൽ കുഞ്ഞിന് അലർജി, വയറിളക്കം, മോഷൻ പോവാതിരിക്കുക എന്നിവ വരാം. അതുകൊണ്ട് ഇന്ന് നമ്മൾ ഫസ്റ്റ് ബേബി ഫുഡ് എങ്ങനെ കൊടുക്കണം, എന്ത് കൊടുക്കണം എന്നതിനെക്കുറിച്ചുള്ള വീഡിയോയാണ്. വീഡിയോ ഡീറ്റെയിൽ ആയി പറയുന്നുണ്ട്, മുഴുവനായി കേൾക്കുക. ഫസ്റ്റ് ബേബി ഫുഡ് എപ്പോൾ തുടങ്ങണം? 6 മാസം വരെ അമ്മയുടെ പാൽ മാത്രമേ കുഞ്ഞിന് കൊടുക്കാവൂ. 6 മാസം കഴിഞ്ഞാൽ സോളിഡ്സ് ആരംഭിക്കാം. കുഞ്ഞ് റെഡിയാണോ എന്ന് അറിയാൻ എന്ത് ചെയ്യണം? കുഞ്ഞിന്റെ കഴുത്ത് ഉറച്ചു എന്ന് ഉറപ്പുവരുത്തണം. മറ്റുള്ളവർ ഭക്ഷണം കഴിക്കുമ്പോൾ നോക്കിയിരിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. നാവുകൊണ്ട് പുറത്തേക്ക് തള്ളുന്ന റിഫ്ലെക്സ് കുറഞ്ഞത് ഒരു സൂചനയാണ്. 6 മാസം മുമ്പ് ഡോക്ടർ പറയാതെ സോളിഡ്സ് തുടങ്ങരുത്. വീട്ടിൽ അരി വറുത്ത് പൊടിച്ച് കഞ്ഞി തയ്യാറാക്കാം. എളുപ്പം ദഹിക്കും. അലർജി സാധ്യത കുറവ്. തുടക്കത്തിൽ 2-3 സ്പൂൺ മാത്രം കൊടുക്കുക. ഫ്രൂട്ട്സ് എന്തൊക്കെ കൊടുക്കാം? ആദ്യമായി സോഫ്റ്റ്, ഈസിലി ഡൈജസ്റ്റബിൾ ഫ്രൂട്ട്സ് മാത്രം കൊടുക്കണം. വാഴപ്പഴം അതിന് ഏറ്റവും ബെസ്റ്റാണ്. കുട്ടികളുടെ വെയിറ്റ് കൂടാനും നേന്ത്രപ്പഴം വളരെ നല്ല ഒരു ഫുഡാണ്. നന്നായി സ്റ്റീം ചെയ്ത് മാഷ് ചെയ്ത് വേണം നേന്ത്രപ്പഴം കുട്ടികൾക്ക് കൊടുക്കാൻ. കട്ടകൾ ഇല്ലാതെ ആയിരിക്കണം കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. അതുപോലെ കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെന്റിനും കുട്ടികൾ പെട്ടെന്ന് തടി വെക്കാനും ഏറ്റവും ഹെൽത്തി ഫാറ്റ്സ് ഉള്ള ഒന്നാണ് അവക്കാഡോ. ഇതും കുട്ടികൾക്ക് 6 മാസത്തിന് ശേഷം കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ആപ്പിൾ നല്ലൊരു ഫ്രൂട്ടാണ്. കുട്ടികൾക്ക് ആദ്യം കൊടുക്കുമ്പോൾ സ്റ്റീം ചെയ്ത് പ്യൂരിയാക്കുക. റോ ആപ്പിൾ തുടക്കത്തിൽ കൊടുക്കരുത്. പിയർ അതും സ്റ്റീം ചെയ്ത് മാഷ് ചെയ്ത് വേണം കൊടുക്കാൻ. ഇതും കുട്ടികൾക്ക് നല്ലതാണ്. മാങ്ങ നല്ല പഴുത്ത മാങ്ങ മാത്രം കൊടുക്കാൻ ശ്രദ്ധിക്കുക. നന്നായി മാഷ് ചെയ്ത് വേണം കൊടുക്കാൻ. ചെറിയ അളവിൽ മാത്രം 6 മാസത്തിന് ശേഷം കൊടുക്കുന്നതിൽ കുഴപ്പമില്ല. അധികം ഓവറായി കൊടുക്കരുത്. ഓറഞ്ച് പോലുള്ള പുളിയുള്ള ഫ്രൂട്ട്സ് തുടക്കത്തിൽ കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഇത്തരം ഫ്രൂട്ട്സുകൾ അസിഡിറ്റിക്ക് കാരണമാകും. 6 മാസത്തിനു ശേഷം കുട്ടികൾക്ക് നൽകാവുന്ന പച്ചക്കറികളിൽ ക്യാരറ്റ്, കുമ്പളങ്ങ, ഉരുളക്കിഴങ്ങ്, മധുരക്കിഴങ്ങ് എന്നിവ ഉൾപ്പെടുന്നു. ഇവയെല്ലാം സ്റ്റീം ചെയ്ത് നന്നായി മാഷ് ചെയ്ത് കൊടുക്കണം. തുടക്കത്തിൽ കുഞ്ഞിന് ഒരു സമയം ഒരൊറ്റ ഫുഡ് മാത്രം നൽകുന്നതാണ് നല്ലത്, പ്രത്യേകിച്ച് രാവിലെ. 3 ദിവസം ഒരേ ഫുഡ് കൊടുത്ത് അലർജി ഇല്ലെന്ന് ഉറപ്പുവരുത്തണം. ആദ്യമായി കൊടുക്കുമ്പോൾ 2-3 ടീസ്പൂൺ മാത്രം മതിയാകും. റാഷ്, വോമിറ്റിംഗ്, ലൂസ് മോഷൻ എന്നിവയെല്ലാം അലർജിയുടെ ലക്ഷണങ്ങളാകാം. കുഞ്ഞിന് ഇത്തരം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ഒരു ഡോക്ടറെ കാണിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അലർജി ഉണ്ടെന്ന് കണ്ടെത്തിയാൽ പിന്നീട് ആ ഫുഡ് കൊടുക്കുന്നത് ഒഴിവാക്കണം. കുഞ്ഞിന് അലർജി ഇല്ലാത്ത ഭക്ഷണങ്ങൾ മാത്രം നൽകാൻ ശ്രദ്ധിക്കുക. ഈ 3 ദിവസത്തെ പരീക്ഷണം ഇക്കാര്യം ഉറപ്പുവരുത്താനാണ്. 8 മാസത്തിനു ശേഷം ക്രമേണ പ്രോട്ടീൻ സ്രോതസ്സുകൾ നൽകാവുന്നതാണ്. നന്നായി വേവിച്ച മുട്ടയുടെ മഞ്ഞ, പരിപ്പ്, കൂടാതെ മുള്ളില്ലാത്ത നന്നായി വേവിച്ച മീനും കുഞ്ഞിന്റെ തൂക്കം വർദ്ധിപ്പിക്കാനും പ്രോട്ടീൻ ലഭ്യതയ്ക്കും നല്ലതാണ്. തുടക്കത്തിൽ 2-3 സ്പൂൺ മാത്രം നൽകി ഗ്രാജ്വലി ഇൻക്രീസ് ചെയ്യാം. ആദ്യത്തിൽ ഒരു നേരം മാത്രം കൊടുത്ത് പിന്നീടത് രാവിലെയും വൈകുന്നേരവുമായി കൂട്ടാവുന്നതാണ്. 1 വയസ്സുവരെ അമ്മയുടെ പാലും ഫോർമുലയും പ്രധാനമാണ്. 1 വയസ്സിന് മുമ്പ് തേൻ, ഉപ്പ്, പഞ്ചസാര എന്നിവ ഒഴിവാക്കണം. കട്ടൻ ചായ, കഫീൻ തുടങ്ങിയവയും കുഞ്ഞുങ്ങളെ ദോഷകരമായി ബാധിക്കും. വലിയ കഷ്ണങ്ങൾ നൽകാതെ ചെറിയ രീതിയിൽ വേണം കുഞ്ഞുങ്ങളെ ഫീഡ് ചെയ്യാൻ. പാക്കറ്റ് ഫുഡുകളും പരമാവധി ഒഴിവാക്കുക. ശിശുക്കൾ ഭക്ഷണം സ്പിറ്റ് ചെയ്യുന്നത് സാധാരണമാണ്. നിർബന്ധിച്ച് ഭക്ഷണം നൽകരുത്. ഹൈ ചെയർ ഉപയോഗിക്കുന്നത് സുരക്ഷിതമാണ്. ഒരു പുതിയ ഭക്ഷണം കുഞ്ഞിന് പരിചയപ്പെടുത്തുമ്പോൾ രാവിലെ തുടങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. എന്തെങ്കിലും അലർജിയോ മറ്റു പ്രശ്നങ്ങളോ ഉണ്ടോ എന്ന് നിരീക്ഷിക്കാൻ ഇത് സഹായിക്കും. ആദ്യമായി കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുന്നത് ഒരു സ്പെഷ്യൽ മൊമെന്റ് തന്നെയാണ്. പെർഫെക്റ്റ് ആകണമെന്ന് നിർബന്ധമില്ല. കുഞ്ഞ് പതുക്കെ പഠിച്ചോളും. ചിലപ്പോൾ കുഞ്ഞുങ്ങൾ കഴിച്ചെന്ന് വരില്ല. അതിൽ സങ്കടപ്പെടുകയോ ഫോഴ്സ് ചെയ്യുകയോ ചെയ്യരുത്. അവർക്ക് അവരുടേതായ സമയം വേണ്ടിവരും. ശാന്തമായും ക്ഷമയോടും കൂടി ഇരിക്കുക. ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണേ.